വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഇതിൽ വിഷ്ണു ആണെങ്കിൽ തൻ്റെ കുട്ടികളെ തിരിച്ചറിയുന്ന ആ ഒരു പ്രൊമോ തന്നെയാണ് കാണിക്കുന്നത്. ശ്യാമയാണെങ്കിൽ ആ ലെറ്റർ അന്വേഷിച്ച് എല്ലാ റൂമിലുമൊക്കെ പരിശോധിക്കുന്നുണ്ട്. അവസാനം ഒരു റൂം, അത് വിഷ്ണുവിൻ്റെ ആണോ ശ്യാമയുടേതാണോ എന്നുള്ളത് കാണിക്കുന്നില്ല. ഇങ്ങനെ തലോണ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അതിനടിയിൽ ആ ലെറ്റർ ഇരിക്കുന്ന കാണുകയാണ്. അന്നേരം ശ്യാമ പെട്ടെന്ന് അത് എടുക്കുന്നുണ്ട്. അന്നേരം ഈ ലെറ്റർ ആരെങ്കിലും വായിച്ച് കാണുമോ എന്നുള്ള വെപ്രാളത്തിൽ ശ്യാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് അതിങ്ങനെ നശിപ്പിക്കാനുള്ള ആ ഒരു ശ്രമത്തിൽ നിൽക്കുമ്പോൾ രോഹിത് ആണെങ്കിൽ ആ മുറിയിലേക്ക് കയറി വരികയാണ്. തുടർന്ന് ശ്യാമ അതങ്ങ് ചുരുട്ടി കൂട്ടുന്നുണ്ട്, വായിക്കാൻ പറ്റാത്ത രീതിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ രോഹിത് ആണെങ്കിൽ അത് ശ്യാമയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചു വാങ്ങുകയാണ്. രോഹിത്തെ തരില്ല എന്നൊക്കെ ശ്യാമയോടൊന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. പക്ഷേ രോഹിത് അതങ്ങോട്ട് പിടിച്ചു വാങ്ങുകയാണ്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് ആ റൂമിൻ്റെ ആ സൈഡിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് ശ്യാമയോട് എല്ലാ കാര്യങ്ങളും പിന്നെ രോഹിത് അങ്ങോട്ട് ചോദിക്കുകയാണ്. ശരിക്കും പപ്പിയുടെ അച്ഛൻ ആരാടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിഷ്ണുവിന് മനസ്സിലാകുന്നത്. ആകെ ഒരു ഷോക്കിൽ വിഷ്ണു നിൽക്കുന്നതാണ്. ആ സീൻ അത്രയാണ് കാണിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ പിള്ളയാണെങ്കിൽ പപ്പിയും കൊണ്ട് അമ്പലത്തിലോ ട്യൂഷനോ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തിരികെ കൊണ്ടുവന്ന് ഇങ്ങനെ മുറ്റത്തോട്ട് നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഓടി ഇറങ്ങി വരികയാണ്. വിഷ്ണു ഓടി ഇറങ്ങി വന്നിട്ട് കുട്ടി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ പപ്പിയുടെ അടുത്തേക്ക് ഇങ്ങനെ നിന്നിട്ട് കുഞ്ഞിൻ്റെ രണ്ട് കൈയിലേക്കും അങ്ങ് പിടിച്ചങ്ങോട്ട് മൊത്തം കൊടുക്കുകയാണ്. തൻ്റെ മകളാണ് പപ്പി എന്നുള്ളത് പിന്നെ അവിടെ വിഷ്ണു അങ്ങോട്ട് തിരിച്ചറിയുകയാണ്. അന്നേരം ആ പ്രൊമോയിൽ പറയുന്നുണ്ട് സത്യയും പപ്പിയും വിഷ്ണുവിൻ്റെ മക്കളാണ് എന്നുള്ളത്, തൻ്റെ രക്തമാണ് എന്നുള്ളത് വിഷ്ണു അവിടെ തിരിച്ചറിയുന്നു എന്നുള്ളൊരു എപ്പിസോഡ് തന്നെയാണ് കാണിക്കുന്നത്. അതിനുശേഷമുള്ള സീനിൽ ശാലിനി ആകെ ഇരുന്ന് പൊട്ടിക്കരയുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ ശ്യാമ തന്നെ രോഹിതിനോട് പറയുന്നതാണ് വിഷ്ണു അവിടെ കേൾക്കുന്നത്. രണ്ടുപേരും തൻ്റെ കുട്ടികളാണ് എന്നുള്ളത് വിഷ്ണുവോട് മനസ്സിലാക്കുന്നതും അന്നേരമാണ്. പക്ഷെ അന്നേരം ഈ സത്യഭാമയോ രാഘവൻ നായരോ ആരെയും കാണിക്കുന്നില്ല. ഇത് റീമേക്ക് സീരിയലിലെ പോലെയല്ല പോകുന്നത്. ഇത് വേറെ രീതിയിൽ തന്നെയാണ് കഥ എഴുതിയിരിക്കുന്നതും മാറ്റി എഴുതിയിരിക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും വിഷ്ണു തൻ്റെ കുട്ടികളാണ് സത്യയും പപ്പിയും എന്നുള്ളത് അവിടെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ രോഹിത് എന്തായാലും ഭാമയ്ക്ക് എതിരെയാണല്ലോ തിരിഞ്ഞിരിക്കുന്നത്. തൻ്റെ അമ്മയുടെ മരണത്തിന് കാരണം സത്യഭാമയാണ് എന്നുള്ളത് കൊണ്ട് സുസ്മിതയും ചന്ദ്രബോസും ഒക്കെ ആയിട്ട് ചേർന്ന് ഈ സത്യഭാമയെ ചതിക്കാനുള്ള പ്ലാൻ തന്നെയാണ്. അന്നേരം ഉപേന്ദ്രനുമായി ചേർന്ന ആ ഒരു മരം വെട്ട് ബിസിനസ്സിൽ സത്യഭാമയ്ക്ക് എല്ലാം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയൊക്കെ വരും. പക്ഷേ രോഹിത്തിന് ഇറങ്ങേണ്ടി വരില്ല. പക്ഷേ ശ്യാമയെ രോഹിത്തിനി എന്താണ് കൂടെ കൂട്ടുമോ എന്താണ് എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും ശ്യാമ അവിടെ രോഹിത് അവിടെ മനസ്സിലാക്കി പപ്പി തൻ്റെ മകളല്ല എന്നുള്ളതും എന്ന് വിഷ്ണു മനസ്സിലാക്കി തൻ്റെ മക്കളാണെന്നുള്ളത്. നേരത്തെ കിണറ്റിൽ ഇടുന്നതായിട്ടൊക്കെ കാണുന്നത് അത് പിന്നെ ശ്യാമ കാണുന്ന ഒരു സ്വപ്നം മാത്രമായിട്ടാണ്. ശ്യാമ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുമ്പോൾ കാണുന്ന ഒരു സ്വപ്നം മാത്രമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി ശാലിനിയെ കാണാനായിട്ട് വിഷ്ണു പോകുന്ന സീനും ഒക്കെയാണ്. അതിന് ശാലിനിയെ അറിയുമായിരിക്കും. ശ്യാമ വിളിച്ച് പറയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളത്. പക്ഷേ വിഷ്ണു അറിഞ്ഞു എന്നുള്ളത് ശ്യാമ അവിടെ കാണുന്നില്ല. രോഹിത്തും ശ്യാമയും കാണുന്നില്ല. വിഷ്ണു ഇങ്ങനെ ഒളിഞ്ഞിന്ന് കാര്യങ്ങൾ കേട്ടു എന്നുള്ളത്. എന്തായാലും കുട്ടികളെ തിരിച്ചറിഞ്ഞല്ലോ. വിഷ്ണു തിരിച്ചറിഞ്ഞു രണ്ട് കുട്ടികളും വിഷ്ണുവിൻ്റേതാണ് എന്നുള്ളത്. പക്ഷേ ഇനി ബാക്കി ഇതെങ്ങനെയാണ് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ അറിയാനായിട്ട് വിഷ്ണു ശാലിനിയെ കാണാൻ പോകുന്നതും പിന്നീട് സത്യഭാമ ഈ ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തുമ്പോഴും ഈ എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമ്പോൾ ശാരദാമ്മയുടെ വീട്ടിലേക്കാണ് വിഷ്ണുവും സത്യഭാമയും ഒക്കെ പോകുന്നത്. അന്നേരം ഈ സത്യമാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ സാധനങ്ങൾ ഓരോന്നോരോന്നായി സത്യഭാമയ്ക്കും വിഷ്ണുവിനും ഒക്കെ കാണിച്ചു കൊടുക്കും. അന്നേരം ഈ വിഷ്ണുവിൻ്റെ മാലയൊക്കെ അവിടെ വെച്ച് കാണിക്കുമ്പോഴാണ് അവരുടെയൊക്കെ മനസ്സിലാകുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കാണാം. എന്തായാലും വിഷ്ണു തിരിച്ചറിഞ്ഞു, തൻ്റെ കുട്ടികളെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കാത്തിരുന്ന ആ ഒരു എപ്പിസോഡ് സത്യഭാമയ്ക്ക് മുന്നേ വിഷ്ണു തന്നെയാണ് ഇവിടെ അറിഞ്ഞിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ എന്താണെന്ന് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.